5ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആദേശ് ഒരു സെമിത്തേരിയുടെ ഫ്രണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവന് വളരെ വേണ്ടപ്പെട്ട ആരോ ആണെന്ന് തോന്നുന്നു. മുഖത്ത് വല്ലാത്തൊരു സങ്കടം നമുക്ക് കാണാം. ഞാൻ ഹൈദറിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ. ഇതെനിക്കുള്ള പരീക്ഷണമാണ്, അവരുടെ നാശത്തിൻ്റെ തുടക്കവും. ഞാൻ എല്ലാത്തിനും എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. നെസറിനെ പറ്റി വിവരമൊന്നുമില്ലല്ലോ. അവൻ ലാസ്റ്റ് ടൈം സ്കോർ ചെയ്യാൻ നിൽക്കുകയായിരിക്കും. പേടിക്കണ്ട, ഞാനവൻ്റെ പുറകെ തന്നെയുണ്ട്. അവൻ്റെ പ്ലാൻ എന്താണെന്ന് നമുക്ക് വേഗം മനസ്സിലാക്കണം. നീ ഈ വെഡ്ഡിങ് ഡേ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കല്യാണം കഴിക്കാൻ പോവാ. അയ്യോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല. മോൻ്റെ കഴിവ് തെളിയിക്കുന്നൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് കാണിക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് നെസർ മുറാത്തിനെ സ്ഥിരം പറഞ്ഞ് പേടിപ്പിക്കുന്ന ആ വീഡിയോ എടുത്ത് കാണിച്ചു. ഇത് കണ്ട ഹൈദറിൻ്റെ കൺട്രോൾ പോയി. അപ്പം തന്നെ പൊട്ടിച്ച് മുറാത്തിൻ്റെ കാരണത്തിനിട്ട്. ഇത് കണ്ട നെസറിൻ്റെ എക്സ്പ്രഷനാണ് ഏറ്റവും കോമഡി. മുറാത്ത് പക്ഷേ നല്ല അന്തസ്സായി അതൊരു ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും പുത്രൻ്റെ തനിക്കണോ അറിയാവുന്നതുകൊണ്ട് ഹൈദർ അത് വിശ്വസിക്കുന്നില്ല. നിനക്കെന്താണ് വേണ്ടത്? എനിക്ക് നിങ്ങളുടെ മോളെ കെട്ടണം. അത് നടക്കില്ല. എന്നാൽ ഇത് നിങ്ങളുടെ മോക്ക് ഞാൻ അയച്ചു കൊടുത്തോളാം. ഇത് കേട്ട് ആദ്യം ഹൈദർ ഒന്ന് വയലൻ്റ് ആയെങ്കിലും തൻ്റെ ഓൾ ടൈം വീക്ക്നെസ്സായ കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്യാവം പകുതി വീണു. അടുത്ത സീനിൽ ഇച്ചിരി വെള്ളം കുടിക്കാൻ അടുക്കളയിൽ വന്ന മെർജാനെ മുസയാനം പിന്നെയും ചൊറിയുന്നു. നീ ഈ കോലത്തിലാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? നോക്കിക്കോ, നീ ഈ 187 ദിവസം നീ അനുഭവിക്കും എന്ന് പറഞ്ഞവർ മെർജാൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് മേടിച്ച് എറിഞ്ഞു പൊട്ടിച്ചു. എന്തേലും ആവട്ടെ എന്ന് കരുതി വീണ്ടും പോവാൻ തുടങ്ങിയ മെർജാൻ്റെ മുന്നിലേക്ക് അടുത്ത മാരണം വന്ന് ചാടി. എന്താടി നോക്കുന്നേ? പക്ഷെ വലിയ മൈൻഡ് കൊടുക്കാതെ അവൾ അവിടെ നിന്നും പോയി. അവൾ എന്താ പറഞ്ഞത്? അവൾ എന്നാ പറയാനാ? അമ്മ, എനിക്ക് ഒരു സമാധാനമില്ല. ദേ ഇപ്പം ആദേശ് അവളെ കല്യാണം കഴിക്കാൻ പോവാ. അവൾ കഴിക്കട്ടെ, ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതേ സമയം നെർമിൻ കല്യാണത്തിരക്കിൽ ഓരോ പണിയിലാണ്. മുസിയാനത്തിൻ്റെ അസ്ലിയുടെ ഉറക്കം ഏതായാലും പാടെ പോയി. അവൻ വന്നില്ലേ? വന്നു, പക്ഷെ നല്ല ടെൻഷനുണ്ട് മുഖത്ത്. അതെങ്ങനെയാ? ചോദിച്ചാലൊന്നും വിട്ടു പറയില്ലല്ലോ. എങ്ങനെ ടെൻഷൻ വരാതിരിക്കും? വാശിപ്പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമല്ലേ. എല്ലാവരും കല്യാണത്തിരക്കിലാണ്. ഇതിനിടയ്ക്ക് സെഹറെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചീച്ചക്കിനെ നന്നായി വിറപ്പിക്കുന്നുണ്ട്. അവൻ ഇതെല്ലാം കരുതി കൂട്ടി ചെയ്യുന്നതാ. ഇതിനേക്കാൾ നല്ലത് തന്നെ വല്ല ജയിലിലും കൊണ്ടിടുന്നതായിരുന്നു. നീ ഒന്ന് സമാധാനിക്കേ. ഇനി വൈകണ്ട, ഞാൻ ഏതായാലും നിന്റെ ഡ്രസ്സ് എടുത്തോണ്ട് വരാം. അപ്പോഴാണ് കഥകിലൊരു തട്ട്. ദേ വരുന്നു കാലൻ. ഇത് കണ്ട് ഡെമറ്റ് നൈസായി അവിടുന്ന് എസ്കേപ്പായി. നിന്നോട് ആരകത്ത് കയറി വരാൻ പറഞ്ഞേ? പക്ഷെ ആദേശ് ഇതൊന്നും മൈൻഡാക്കാതെ അവളുടെ അടുത്തേക്ക് നീങ്ങി. കൈ ഇങ്ങ് കാണിച്ചേ. എന്നെ കൊന്നാലും കൈ തരൂല എന്ന് പറഞ്ഞ് മർജാനും. പിന്നെ പതിവ് പോലെ 1.25 മണിക്കൂറത്തെ പിടിവലിക്ക് ശേഷം അവനൊരു റിങ് എടുത്ത് അവളുടെ കയ്യിലിട്ടു. അതപ്പോഴേ ഊരിയെറിയാൻ മർജാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും യവൻ സമ്മതിച്ചില്ല. ഇതെങ്ങാനും കൈയിൽ നൂരിയാ. ഞാൻ പറഞ്ഞില്ലേ നീ നെസറിനെ പോലെയാണെന്ന്? പക്ഷെ അല്ല, നീ അവനെ കഴിഞ്ഞ് മോശമാണ്. ഇത് കേട്ട് അവന് ചെറിയ വിഷമം വരുന്നുണ്ട്. പക്ഷെ അത് മറിച്ച് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞു, നീ ഇതുവരെ എൻ്റെ മുഴുവൻ സ്വഭാവം കണ്ടിട്ടില്ല. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു തിരിഞ്ഞ് കഥക് തുറന്നപ്പോൾ ദേ ഭാവി അമ്മായച്ചൻ. അയാളെ കണ്ട് ഒന്ന് തുറച്ചു നോക്കിയിട്ട് അവൻ അവിടെ നിന്നും പോയി. നീ വാ, പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് പോവാം. തന്തപ്പടി എന്തോ ഒരു പ്ലാനും കൊണ്ട് വന്നതാണ്. നീ അവനെ കെട്ടണ്ട, വേഗം വാ. ഇത് കേട്ട് മെർജാൻ സംശയത്തോടെ ഹൈദറിനെയും അവൾക്ക് കുറച്ചു മുന്നേ ആദേശിട്ട് കൊടുത്ത മോതിരത്തിലേക്കും മാറി മാറി നോക്കി. അടുത്ത സീനിൽ കാണിക്കുന്നത് തൻ്റെ ബോട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന നെസറിനെയാണ്. പെട്ടെന്ന് അവൻ്റെ പരിവാരങ്ങളിൽ ഒരുത്തം വന്ന് പറഞ്ഞു, ചേട്ടാ എല്ലാം സെറ്റാണ്. 6 മണിയാകുമ്പോൾ നമ്മൾ ഗ്രീക്ക് ഐലൻഡിലെത്തും. അതിനുശേഷം ഇറ്റലി. മോനെ ആദേശേ, ഇനി ഞാൻ കാണിക്കാം എങ്ങനെയാണ് ശരിക്കും കിഡ്നാപ്പ് ചെയ്യേണ്ടതെന്ന്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ കടം തീർക്കും? അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി വേണ്ട. ആ നെസറാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? നെസറോ? ആരാണവൻ? അവനൊന്നുമല്ല. ഞാൻ വേറൊരു വഴിയാണ് കണ്ടിട്ടുള്ളത്. സംസാരിച്ച സമയം കളയാൻ നീ വേഗം ഇറങ്ങ്. നിനക്ക് വേണ്ടി ബോട്ട് വെയിറ്റ് ചെയ്യുക. ആദ്യം ഗ്രീക്ക് ഐലൻഡ്. അല്ല, പൈസ ശരിയായെങ്കിൽ പിന്നെ ഞാനെന്തിനാ പോന്നേ? നീ എന്തായി പറയുന്നത്? ഇവനിത് നിസ്സാരമായിട്ട് എടുക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ആദ്യത്തെ ചാൻസ് തന്നെ നിന്നെ കൊണ്ട് ജയിലിലടയ്ക്കും. ഇത്ര വള്ളിയൊന്നും പിടിക്കണ്ട, മാറ്, ഞാൻ അവനോട് സംസാരിക്കാം.
നിൽക്ക്, നീ ഞാൻ പറയുന്ന കേൾക്ക്. മോളെ അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. പോരാത്തതിന് ആ വെടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഉണ്ടായിരുന്ന കിളിയും പോയി. നീ അച്ഛൻ പറയുന്ന കേൾക്ക്, വേഗം ഇറങ്ങ് എന്ന് പറഞ്ഞ് ഹൈദർ ഒരു ഗണ്ണെടുത്ത് മിർജാൻ്റെ നേരെ നീട്ടി. പെട്ടെന്ന് കതക് തുറന്ന് കയറി വന്ന നെർമിൻ ഇത് കണ്ട് ഞെട്ടി. അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങണം. ഇതൊന്നും കണ്ട് ഒന്നും മനസ്സിലാകാതെയാണ് നെർമിൻ്റെ നിൽപ്പ്. നീ ഇതെവിടെ ആയിരുന്നു? ഞാൻ നിന്നെ ഇത്ര നേരം നോക്കി നടക്കായിരുന്നു. ഞാൻ നെസറിനെ ഫോളോ ചെയ്യാൻ വിട്ട പയ്യൻ നെസർ ഹൈദറും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അച്ഛനെ മോളെ ഞാൻ ഇപ്പം കണ്ടിട്ടാണ് വരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അപ്പോഴാണ് ഒളിച്ചു നിന്ന് ഇതെല്ലാം കേൾക്കുന്ന ഹൈദറിനെ അവർ കണ്ടത്. ഇവരൊക്കെ കൂടി എന്തോ ഒപ്പിക്കുന്നുണ്ട്. ആ അവിഞ്ഞ ആക്ടിങ് കണ്ടാലേ അറിയാം എന്ന് പറഞ്ഞവൻ വളരെ നാച്ചുറലായി അവരെ ഒളിഞ്ഞു നോക്കുന്ന ഹൈദറിനെ നോക്കി പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് അതല്ല. ഈ ഒരു ഗതിയും പരഗതിയില്ലാത്ത നെസറിനെ എന്ത് കണ്ടിട്ടാണ് ഹൈദർ വിശ്വസിക്കുന്നതെന്നാണ്. ആ കളവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഓർത്ത് നല്ല പേടിയുണ്ട്. ആ നെസർ നിന്നെ വല്ലതും ചെയ്താലോ? പേടിക്കണ്ട, അവന്മാരെന്നെ ഒന്നും ചെയ്യില്ല. ദേ അവിടെ 2 പേർ നിൽപ്പുണ്ട്. നമ്മൾ എങ്ങനെ അവളെ പുറത്തേ അടിക്കും? ഹൈദർ, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? മറിച്ചാൻ പോയ നമ്മുടെ ഗതി എന്താവും? അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാം നെസർ നോക്കിക്കോളും. നെസറോ? ഇതിനിടയ്ക്ക് അവൻ എവിടെ നിന്ന് വന്നു? അവൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലല്ലോ. അവൻ്റെ അക്കൗണ്ട്സ് ഉടനെ തന്നെ അൺബ്ലോക്ക് ആവും. ആ സൂപ്പർ. അതുവരെ നമ്മളെ ആദേശ് പഞ്ഞിക്കിടാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കുമല്ലേ? അമ്മ അവൻ നമുക്ക് പ്രൊട്ടക്ഷനും തരും. നീ ഒന്നും മിണ്ടായിരിക്കടേക്കാ. അവനോട് ആദ്യം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയും. എൻ്റെ പൊന്നു ഹൈദർ, മണ്ടത്തരം കാണിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ്. മർജാൻ ഇപ്പം പോകുക, അത്ര തന്നെ. ബുദ്ധിമതിയായ തൻ്റെ വാക്കുകൾ നിരസിച്ചതിലുള്ള ദേഷ്യം മുഖത്ത് പ്രതിഫലിപ്പിച്ച് നെർമിൻ ഇത് കേട്ട് നിന്നു. ഇതേ സമയം മർജാൻ തൻ്റെ സ്വന്തം ഡാഡി തന്ന ഗിഫ്റ്റുമായി പോവാൻ റെഡിയാവുകയാണ്. അവൾ വേഗം ആദേശ് ഇട്ട് കൊടുത്ത റിങ് മേശപ്പുറത്ത് ഊരി വെച്ച് തിരിഞ്ഞപ്പോൾ ദേ തള്ളിക്കയറി വരുന്നു ആദേശ്. എന്താ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? നീ എന്നതിന് ഇപ്പം ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്നൊരു ഡൗട്ട്. നീ നിന്റെ CID കണ്ണു വെച്ച് നോക്കുമ്പോൾ ഇതല്ല, ഇതിലപ്പുറം തോന്നും. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. പോ, ഞാൻ ഡ്രസ്സ് മാറട്ടെ. പക്ഷെ യവന് പോകാൻ ഉദ്ദേശമില്ല. നീ എന്നെ പോവാത്തേ? വേഗം മേശപ്പുറത്തിരിക്കുന്ന അവളുടെ റിങ് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ദൂരരുതെന്ന്. ആ അത്രേ ഉള്ളോ? ദേ ഇപ്പം ഹാപ്പിയായോ? ഹൈദർ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അതെന്താ, അങ്ങേരുടെ മോളെ കാണാൻ വന്നൂടെ? ഒന്ന് പോയി തരുമോ? നിനക്കിതുവരെ മനസ്സിലായില്ലേ നിനക്ക് എന്നിൽ നിന്ന് ഒളിക്കാൻ കഴിയില്ല എന്ന്? സാരമില്ല, നീ തന്നെ മനസ്സിലാക്കിക്കോളൂ. അവൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് മുന്നേ ഇട്ട മോതിരം അതേപോലെ തന്നെ ഊരി എറിഞ്ഞ് അവൾ പാക്കിംഗ് തുടർന്നു. എന്നിട്ട് പതുങ്ങി വാതിൽ തുറന്നപ്പോൾ വീണ്ടും ഫ്രണ്ടിൽ ആദേശ്. നീ എങ്ങോട്ടാ? നീ എന്തിനാ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നേ? ആഹാ, ബാഗൊക്കെ ഉണ്ടല്ലോ. എന്താ രക്ഷപ്പെടാൻ നോക്കുകയാണോ? വിടരാ എൻ്റെ ബാഗിൽ നിന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് എന്നെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. ഞാൻ ഓർത്ത് നിനക്ക് ശകലെങ്കിലും ബുദ്ധി ഉണ്ടാകുമായിരിക്കുന്നു. പക്ഷേ ഇല്ല. അല്ലെങ്കിൽ ആരെങ്കിലും ആ നെസറിനെ വിശ്വസിക്കുമോ? നെസറോ? ദേ ഒളിച്ചോട്ടൊക്കെ മാറ്റി വെച്ച് വേഗം പോയി റെഡിയാവാൻ നോക്ക്. സമയമില്ല, 1 മണിക്കൂറിൽ നമ്മുടെ കല്യാണമാണ് എന്ന് പറഞ്ഞവൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുമ്പോഴാണ് പുറകെ നിന്ന് ഹൈദർ എന്തോ ഒരു സാധനം കൊണ്ട് അവൻ്റെ തലക്കടിച്ച് വീഴ്ത്തുന്നത്. അയ്യോ, എന്താ ഇത്? നീ വേഗം പോ, സമയം കളയല്ലേ. അവനെന്തെങ്കിലും പറ്റിക്കാണും. അവൾ പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യാതെ വേഗം അവർ അവളെ അവിടെ നിന്ന് കടത്തി. എന്നിട്ട് അപ്പനും മോനും കൂടി ആദേശിനെ എടുത്ത് ആ ഒഴിഞ്ഞ വീട്ടിൽ പൂട്ടിയിട്ടു. ഇതേ സമയം മർജാൻ മാൻഷന്റെ വെളിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കറങ്ങി നടക്കുകയാണ്. ഇവൾക്കെന്താ ഇവിടെ പരിപാടി എന്ന് പറഞ്ഞ അസ്ലി ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാൻ അവിടെ പമ്മിയിരുന്നു. അച്ഛാ, ഇതിൽ നെസറിന്റെ കൈയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നിനക്ക് നിന്റെ അച്ഛനെ ഇത്രയും വിശ്വാസമില്ലേ? എനിക്കെന്തോ ശരിയായി തോന്നുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്താലോ? ആഹാ, ഇത് കൊള്ളാലോ. ആദ്യമായിട്ട് ഇവളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്നത്. പൊക്കോ, വേഗം പൊക്കോ. പെട്ടെന്ന് അതിലേ വന്ന ആദേശിന്റെ ഗാർഡിനെയും അസ്ലി എവിടെ നിന്ന് വഴിതെറ്റിച്ചു വിട്ടു. ഇതേ സമയം നെസറിനെ അവിടെ മറ്റാരോ ശ്രദ്ധിക്കുന്നുണ്ട്. ചീച്ചക്ക് ഈ സമയം ആരോടോ മാരക ചാറ്റിംഗ് ആണ്. പൂത്തുലഞ്ഞുള്ള അവളുടെ നിപ്പ് കണ്ടപ്പോൾ ബിനാസ് അവളെ പറപ്പിക്കുന്നു.
അടുത്ത സീനിൽ 500 വാട്ട് ബൾബ് കത്തി നിൽക്കുന്ന പോലെയുള്ള അസ്ലിയുടെ മുഖം കണ്ട് മുസ്സയാനം കാര്യം അന്വേഷിക്കുന്നു. ഇതേ സമയം ജമാൽ ആദേശിനെ തപ്പി നടക്കുകയാണ്. അസ്ലിയോട് അവനെ പറ്റി അന്വേഷിക്കുമ്പോൾ മണവാളൻ റൂമിൽ കാണുമെന്ന് മാത്രം അവൾ പറയുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് മറിച്ചാൻ ആദേശിന് എന്തെങ്കിലും പറ്റിയോ എന്ന് മുറാത്തിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇത് കേട്ട് മുറാത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും അവനത് മറച്ച് ആദേശിന് കുഴപ്പമൊന്നുമില്ല, ബോധം പോയേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ മർജാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. തൻ്റെ മോതിരം കിടന്ന കയ്യിലേക്കും അവനത് ആദ്യം ഇട്ടു വന്നപ്പോൾ പറഞ്ഞ വാക്കുകളിലേക്കും അവളുടെ ഓർമ്മകൾ പോയി. ബോധമില്ലാതെ ആ മുറിയിൽ കിടക്കുന്ന ആദേശിൻ്റെ ഓർമ്മകൾ വീണ്ടും പുറകിലേക്ക് പോയി. അവൻ സ്വപ്നത്തിൽ കാണുന്നത് മർജാനെയാണ്. അവൾ അവനെ താഹിർ എന്ന പേര് വിളിച്ച് അടുത്തു വന്ന് ബോധമില്ലാതെ കിടക്കുന്ന അവനെ തട്ടി വിളിക്കുകയാണ്. ഇതേസമയം പ്രസന്റിൽ അവന് ശരിക്കും അവൾ അടുത്തു വന്ന് തന്നെ വിളിക്കുന്ന പോലെയും തോന്നുന്നു. അപ്പോഴേക്കും വാതിൽ തള്ളി തുറന്ന് ജമാലാൻ പാർട്ടിയും വന്നു. എൻ്റെ തലക്കടിച്ചിട്ട് അവരവളെയും കൊണ്ട് പോയി. ഇതെല്ലാം നസറിൻ്റെ പ്ലാനാണ്. ആ പെണ്ണ് പോട്ടെ ആദേശ്. ശരിയാ, ഇത് ചിലപ്പോൾ നല്ലതിനായിരിക്കും. ഇല്ല, അവരെൻ്റെ പുറകിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അറിയില്ല ഇപ്പോൾ അവൾ ഏതവസ്ഥയിലാണെന്ന്. എടാ, എനിക്കറിയാം അവരെവിടെ ഉണ്ടാകുമെന്ന്. അവൻ ആ ബോട്ട് ജെട്ടിയിലുണ്ട്. പെട്ടിയും പ്രമാണവുമായി നാട് കടക്കാനാണ് പരിപാടി. അല്ലെങ്കിൽ മർജാൻ അതിന് അവൻ്റെ കൂടെ പോയത്. അവൾക്ക് ഒരു ഐഡിയ ഇല്ല നസീറാണ് ഇതിന് പിന്നിലെന്ന്. പെട്ടെന്ന് അവൻ അവളുമായി നേരത്തെ സംസാരിച്ചതോർത്ത് പറഞ്ഞു. എന്നിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ആദേശിനെ അസ്ലി തടഞ്ഞെങ്കിലും അവൻ നിൽക്കുന്നില്ല. കലി തുള്ളി ആദേശ് നേരെ ഹൈദറിന്റെ മുന്നിൽ ചെന്നു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിന് നിങ്ങളെ കൊണ്ട് ഞാൻ ഉത്തരം പറയിപ്പിക്കും. ഇതേ സമയം മർജാൻ സ്ഥലത്തെത്തി. അപ്പോഴാണ് അവൾക്ക് ആദേശിന്റെ ഗാർഡ്സ് നസീർ അവിടെ ഉള്ളതിൻ്റെ ഒരു ഫുട്ടേജ് അയച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് അവളും പെട്ടെന്ന് ടെൻഷനാവുന്നു. അച്ഛൻ തന്നെ തേച്ചതാണെന്നറിഞ്ഞ മർജാൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ആദേശിന്റെ എൻട്രി. ശരിക്കും നീ എനിക്ക് നാശത്തിനാണോ അതോ നല്ലതിനാണോ? ഇതേ സമയം മാൻഷനിൽ കല്യാണ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഗസ്റ്റുകളെല്ലാം ചെക്കനെയും പെണ്ണിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് നല്ല സുന്ദര കുട്ടപ്പനായി ആദേശിന്റെ എൻട്രി. ഇത് കണ്ട് നെർമിൻ ഡെമറ്റിനോട് മർജാനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. വെറും ആക്ടിങ്. ഇന്നത്തെ കൊണ്ട് അവളുടെ ജീവിതം തന്നെ മാറുമല്ലേ? അതെ, എൻ്റെ അനിയത്തി അനുഭവിച്ച വേദനയെല്ലാം ഞാൻ ഇവരെ കൊണ്ട് അനുഭവിപ്പിക്കും. അവൻ സ്നേഹിക്കുന്നവരെയും അവനെ സ്നേഹിക്കുന്നവരെയും എല്ലാം ഞാൻ നശിപ്പിക്കും. തിരുമേനി ശകലം വെയിറ്റ് ചെയ്യണം. വേഗം ആകട്ടെ ബറാത്ത്, ഞാൻ വേറൊരു വെഡ്ഡിങ്ങും കൂടെ ഏറ്റിട്ടുണ്ട്. ഇത് കണ്ട് നെർമിൻ ഒന്നും അറിയാത്ത പോലെ, ഓ ഈ ഡെമറ്റ്, ഇവളിത് എവിടെ പോയി? ഞാൻ തന്നെ മർജാനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച കണ്ട് നെർമിൻ്റെ കണ്ണ് തള്ളി. ദേ വരുന്ന നമ്മുടെ മണവാട്ടി മർജാൻ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. വെഡ്ഡിങ് ഡ്രസ്സിന് ചെറുതായിട്ടൊരു നിറവ്യത്യാസം പോലെ. ഇത് കണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ ഹൈദറും പാർട്ടിയും കണ്ണ് തള്ളി അവിടെ നിന്നു. ഈ പെണ്ണിന് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? ഫ്ലാഷ് ബാക്കിൽ അവിടെ നിന്ന് അവൾ കൂടുതലൊന്നും ആലോചിക്കാതെ ആദിഷിൻ്റെ അടുത്തേക്ക് പോകുന്നത് കാണിക്കുന്നു. ഇപ്പോൾ ഒന്നും പറയരുത്. അവനോടനെ ഒരു ഹെൽമെറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു. ആ ഹെൽമെറ്റ് എടുത്ത് കയ്യിലിട്ട് കാണിക്കുന്ന പരാക്രമം കണ്ട് ആദിഷ് തന്നെ മുൻകൈ എടുത്ത് അവൾക്കത് വെച്ചു കൊടുത്തു. പിന്നെ സമയം കളയാതെ അവർ നേരെ മാൻഷനിലെത്തി. ഈ സമയം മാൻഷനിൽ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് മുസയാന മർജാന്റെ ഡ്രസ്സ് കണ്ട് അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആദേശിന് അവൾ ബ്ലാക്ക് ഡ്രസ് ഇട്ടതിൽ വലിയ കുലുക്കമൊന്നുമില്ല. ഇതേ സമയം നമ്മുടെ പാവൻ നസർ മർജാനെയും കാത്ത് ബോട്ട് ചേട്ടയിൽ കുറ്റിയടിച്ച് നിൽപ്പാണ്. അപ്പോൾ ഏതോ ഒരു നല്ല കുട്ടി, മർജാൻ കല്യാണ മണ്ഡപത്തിലുണ്ട്, മോനിനി അവിടെ കൂടുതലൊന്നും വേർക്കണ്ട എന്ന രീതിയിലൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഇത് കണ്ട ഒരു നിമിഷം നസറിന്റെ കൺട്രോൾ പോയി. നിനക്ക് ഈ ബ്ലാക്ക് നന്നായി ചേരുന്നുണ്ട്, നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട. പക്ഷെ ഞാൻ ജയിച്ചല്ലോ, ഇനി അങ്ങോട്ടുള്ള 187 ദിവസം പോയെന്ന് കൂട്ടിയാൽ മതി. എന്നിട്ടവൻ അവളുടെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് വന്നു. ആദേശിന് സാക്ഷിയായി ജമാൽ ഓൾറെഡി പ്രസന്റ് ആണ്. മർജാനോട് വിറ്റ്നസ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ യസാറാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ തിരുമേനി ഇവരോട് മനസ്സ് ചോദിക്കുന്നു. ഈ നിൽക്കുന്ന ആദേശ് ഖറാനെ നിനക്ക് ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? പ്രീസ്റ്റിന്റെ ഈ ചോദ്യത്തിന് കണ്ണു നിറഞ്ഞാണ് മർജാൻ അതിന് സമ്മതം അറിയിക്കുന്നത്. ഈ നിൽക്കുന്ന മർജാനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? ആദേശും അതിന് സമ്മതമാണെന്ന് അറിയിക്കുന്നു. അസ്ലി ഇപ്പം താഴെ വീഴും. നെർമിൻ, ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ എന്ന മൈൻഡിൽ നിൽക്കുന്നു.
അങ്ങനെ വധുവരന്മാരെ ആശീർവദിച്ച് നിൽക്കുന്ന ഈ മനോഹരമായ സീൻ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആർച്ച എൻ്റെ കുട്ടി.